ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പ്രധാനമായും ചിന്തിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കുട്ടിയുടെ പേര് പാസ്റ്റർ ബാബു ജോർജ്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനം തെറ്റാണ്. തൃത്വനാമത്തിൽ അങ്ങനെയുള്ളവർ വീണ്ടും തൃത്വനാമത്തിൽ സ്നാനപ്പെടണമെന്നുള്ള കാര്യം. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണം എന്ന് ശഠിക്കുന്നവർ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെ 2 വാക്യങ്ങളാണ് എടുത്തു കാണിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. പക്ഷെ അദ്ദേഹത്തിന്റെ ടൈറ്റിലാണ് ഇന്ന് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ ടൈറ്റിലിൽ തന്നെ ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിന്റെ നാമത്തിലുള്ള സ്നാനം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിലുള്ള സ്നാനം ബൈബിളിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമേ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് ആദ്യം തന്നെ ബാബു സാറിനെ ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഇനി ബാബു സാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, തൃത്വനാമത്തിൽ വീണ്ടും സ്നാനപ്പെടണം. അപ്പോ ഇദ്ദേഹം ആരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ബിസിനസ് കൂട്ടാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ AG ചർച്ചിലാണ് അദ്ദേഹം കൂടുന്നത്. അദ്ദേഹത്തിന്റെ ആളെ കൂട്ടാനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ തന്നെയും അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്ന ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെ അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കാനേ പത്രോസ് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അതെങ്ങനെയാണ് യേശുനാമം എന്നായത് എന്നെനിക്കറിയത്തില്ല. അത് അദ്ദേഹത്തിന് മാത്രമേ അത് അറിയുകയുള്ളൂ. ഇനി അടുത്ത അദ്ദേഹം പറഞ്ഞു തൃത്വനാമത്തിലാണ് സ്നാനപ്പെടേണ്ടത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അറിവിൽ ഇനി യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരുണ്ടോ? അല്ലേ? കാരണം തൃത്വത്തിൽ എല്ലാവരും സ്നാനപ്പെടുന്നതാണ്. കാരണം ക്രിസ്ത്യാനിയായി ജനിക്കുന്നവരെല്ലാം, ഈ ഭൂമിയിൽ ജനിക്കുന്നവരെല്ലാം തൃത്വത്തിൽ ആദ്യം സ്നാനപ്പെടുന്നത്. അതായത് നമ്മൾ കത്തോലിക്ക മുതൽ CSI, ബന്ധിക്കോസിനെ ഞാൻ വിടുന്നു, CSI വരെയുള്ള എല്ലാ സംഘടനകളും തൃത്വനാമത്തിലാണ് സ്നാനപ്പെടുത്തുന്നത്. കാരണം ബന്ധിക്കോസിനെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിലിറങ്ങിയാണ് ഈ തൃത്വസ്നാനം നടത്തുന്നത്. വലിയ വ്യത്യാസങ്ങളും തന്നെ അതിനകത്തില്ല. അവരുടെ നിക്കിയ പിടിച്ചിരിക്കുകയാണ്. അവരുടെ നിക്കിയ പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ദൈവത്തിന്റെ മാത്രം കാര്യം വരുമ്പോൾ മാത്രം അവരുടെ നിക്കിയ പിടിക്കുകയും ബാക്കി പാപമോചനത്തിന്റെ കാര്യം വരുമ്പോഴും പാപമോചന ചീട്ടിന്റെ കാര്യം വരുമ്പോഴത്തേക്കും ഞങ്ങൾ ആ കൂട്ടത്തിലില്ല എന്ന് പറഞ്ഞ് മുങ്ങിപ്പോകുന്നവരാണ് ഈ പൊതുവെ ഈ ബന്ധിക്കോസുകാരെന്ന് പറയുന്ന ഈ വിഭാഗം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ബാബു സാറ് പറഞ്ഞിരിക്കുകയാണ് യേശു നാമത്തിൽ സ്നാനമേറ്റവർ. ആരാണ് ഈ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റവർ? അങ്ങനെ ഒരു വിഭാഗം ഈ ലോകത്തില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്നാണ് പത്രോസ് പഠിപ്പിച്ചത്. അങ്ങനെ ഒരു സ്നാനത്തെക്കുറിച്ചോ അങ്ങനെ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചോ എനിക്കറിവില്ല. കാരണം യേശു നാമത്തിൽ സ്നാനം, അങ്ങനെ ഒരു സ്നാനമില്ല. പിന്നെ അദ്ദേഹം എന്തിനാണ്? കാരണം അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം തൃത്വത്തിൽ സ്നാനം. അപ്പൊ അദ്ദേഹത്തിന് പറഞ്ഞാൽ പോരെ? കാരണം യേശുക്രിസ്തു പഠിപ്പിച്ച മാതൃകയുള്ള സ്നാനം അതേതാണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സ്നാനമാണ്. അത് അദ്ദേഹത്തിന് പറഞ്ഞാൽ പോരെ? വേറെ യേശു എന്ന നാമത്തിൽ സ്നാനമില്ല, അങ്ങനെ ഒരു സ്നാനത്തെ കുറിച്ച് ആരും ഇവിടെ പറഞ്ഞിട്ടുമില്ല. പിന്നെ അദ്ദേഹം എവിടുന്നാണ് യേശു എന്ന നാമത്തിലുള്ള സ്നാനം? അങ്ങനെ ഒരു സ്നാനം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ടൈറ്റിൽ തന്നെ അവിടെ പാളിപ്പോയി എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. യേശുവിന്റെ നാമത്തിലുള്ള സ്നാനം ഇല്ല. വേണമെങ്കിൽ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 2:38 ഒന്ന് വായിക്കാം. അപ്പം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ ഭാഗം ഒന്ന് വായിക്കാം. അങ്ങനെ ഒരു സ്നാനം യേശു നാമത്തിലാണോ അവിടെ സ്നാനം വേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു. 38 അതും അദ്ദേഹത്തിന് അറിയില്ല. ആരോ പറയുന്നത് കേട്ട് പറഞ്ഞായിരിക്കും യേശു നാമത്തിലാണ്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി
ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ യേശു നാമത്തിൽ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എവിടുന്ന് യേശു നാമം കിട്ടി? അപ്പൊ ജനിക്കുന്നവരല്ലേ യേശുവിന്റെ നാമത്തിൽ ആരാണ് സ്നാനപ്പെട്ടത്? വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. അപ്പൊ ബാബു സാറിന് ഇതെന്ത് പറ്റി എന്നുള്ള കാര്യം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലേ? ബാബു സാറ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസംഗം കൊടുക്കുവാനുള്ള സാധ്യത എന്തെന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലാകുന്നില്ല. AG ചർച്ച്, IPC ബന്ധുക്കോസുകളുടെ പ്രധാനപ്പെട്ട സഭകളിലൊന്നാണ് ഈ AG എന്ന് പറയുന്ന പത്തനാപുരത്തുള്ള പ്രവർത്തിക്കുന്ന സാറിന്റെ ഈ സഭ എന്ന് പറയുന്നത്. സാറിന്റെ അവിടെ വരുന്നവരെല്ലാം യേശു നാമത്തിൽ സ്നാനപ്പെട്ടിട്ട് വരുന്നവരാണോ, അതോ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനപ്പെട്ടവരാണോ എന്ന് സാറ് തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാലം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. സാറ് ശോധന ചെയ്ത് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സാറിന്റെ ടൈറ്റിൽ അവിടെ കുട്ടിപ്പോയി. ആർക്കോ എതിരായിട്ട് സാറ് പറഞ്ഞതാണ്. അതാരാണെന്ന് സാറ് തന്നെ വ്യക്തമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തൃത്വത്തിലാണോ സ്നാനപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാത്തോലിക്കിലുള്ള വിഭാഗത്തിൽപ്പെട്ട ഒരു കാത്തോലിക്കൽ വിശ്വാസിയോട് ചോദിച്ചാൽ അയാൾ പറയാ, സംഘടനയിൽ വിശ്വസിക്കുന്ന ആളോട് ചോദിച്ചാൽ ഞാനും തൃത്വത്തിലാണ് സ്നാനപ്പെട്ടെന്ന് അദ്ദേഹം പറയത്തുള്ളൂ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന നാമത്തിലാണ് ഞാൻ സ്നാനപ്പെട്ടെന്ന് പറയും. ഇപ്പൊ ഓർത്തഡോക്സിലുള്ള ഒരു വിശ്വാസിയോട് ചോദിച്ചാലും അദ്ദേഹവും അതേ പറയത്തുള്ളൂ. മർത്തോമയിലുള്ളവരും അതേ പറയത്തുള്ളൂ. അപ്പൊ അതേ കാര്യം തന്നെയല്ലേ സാറ് പറയുന്നത്? സാറും അവരുമായിട്ട് എന്താണ് വ്യത്യാസമുള്ളത്? സാറും അവരും തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളും ഇല്ല സാറേ. അത് സാറിന്റെ തോന്നൽ മാത്രമാണ്. സാർ അവരിൽ നിന്നും ഒരു ഡിഫറൻറ്റും ഇല്ല. സാർ അവര് പറയുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. സാർ അവര് പറഞ്ഞ നിക്കയാണ്, അവരുടെ നിക്ക തന്നെയാണ് സാറ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാറിന്റെ മറ്റു സംഘടനകളുമായിട്ട് യാതൊരുവിധ ഐക്യങ്ങളും ഇല്ല സാറിന്. സാറിപ്പോൾ തൃത്വസ്നാനത്തിലാണ് സ്നാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് സ്നേഹമോ ഐക്യമോ മറ്റ് വിഭാഗങ്ങളുമായിട്ട് സാറിന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്. താങ്കളുടെ പ്രസ്ഥാനം എവിടെ നിൽക്കുന്നു, താങ്കളുടെ പ്രസ്ഥാനം എവിടെ എത്തി എന്നുള്ള കാര്യം താങ്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. താങ്കളുടെ പ്രസ്ഥാനത്തെ ആര് അംഗീകരിക്കുന്നു എന്നുള്ള കാര്യങ്ങളോട് താങ്കൾ ചിന്തിക്കേണ്ടതാണ്. പിന്നെ യേശു നാമം എന്നൊരു നാമമില്ല എന്ന് ഈ തരുണത്തിൽ ഓർപ്പിച്ചു കൊള്ളട്ടെ. അങ്ങനെ ഒരു കാര്യം അപ്പോസ്തലന്മാരോ യേശു ക്രിസ്തുവോ പഠിപ്പിച്ചില്ല. യേശു നാമം എന്ന് പറഞ്ഞിട്ടില്ല, യേശു ക്രിസ്തുവിന്റെ നാമം എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം എന്നാണ്. അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞതെന്ന് എനിക്ക് ഇതുവരെയും വ്യക്തമായിട്ടില്ല. കാരണം വ്യക്തമാക്കിയാൽ ഇവിടെ കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ടൈറ്റിൽ തന്നെ തെറ്റായ ടൈറ്റിലാണ്. അതൊന്ന് നമ്മൾ മാറ്റി പരിഷ്കരിച്ച് പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ഇനിയിപ്പോ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അത് എല്ലാവരും അംഗീകരിക്കുന്ന സാധനമാണ്. ക്രിസ്ത്യാനികളിൽ എനിക്ക് തോന്നുന്നു 98% അല്ലേ ബന്ധുക്കോസുകാര് അംഗീകരിക്കുവാനുള്ള കാരണം, ബന്ധുക്കോസിൽ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ എവിടുന്ന് വന്നതാണ്? ഈ പറയുന്ന സംഘടനകളിൽ നിന്ന് വന്നവരാണ്. അതായത് കത്തോലിക്ക മുതൽ CSI വരെയുള്ള സംഘടനയിൽ നിന്ന് വന്ന ആൾക്കാർ തന്നെയാണ്. ജനിക്കുന്ന ബന്ധുക്കോസാന്ന് പറഞ്ഞാലും സാരമില്ല, അവരുടെ അപ്പനും അമ്മയൊക്കെ നേരത്തെ ആ വിഭാഗമായിരുന്നു. വിഭാഗത്തിൽ നിന്ന് പെട്ടെന്ന് വന്നിട്ട് ഇതിൽ ചേർന്നവരാണ്. എന്തെങ്കിലും വ്യത്യാസങ്ങൾ അതിനകത്തുണ്ടോ എന്ന് സാർ ഒന്നുകൂടി ചിന്തിക്കേണ്ട ഒരാവശ്യകത തന്നെയാണ് എന്ന് ഈ തരുണത്തിൽ ഓർപ്പിക്കുകയാണ് സാറിനോട്. അപ്പം അതുപോലെ തന്നെ സാറ് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, സ്നാനം പെട്ടവർ അല്ലെ, അങ്ങനെ സ്നാനപ്പെട്ടവർ, അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവർ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരുണ്ടാവും. അത് പത്രോസ് ദൈവാത്മാവിൽ വെളിപ്പെട്ട് പറഞ്ഞ കാര്യമാണ്. അത് അനുസരിക്കേണ്ട കാര്യമാണ്, ഇല്ലാത്ത കാര്യമല്ലത്. അത് ദൈവവചനത്തിലുള്ള കാര്യമാണ്. യേശു നാമത്തിൽ ആരും സ്നാനപ്പെടുന്നില്ല, യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് എല്ലാവരും സ്നാനപ്പെടുന്നത്. അത് സാറ് മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. അതുകൊണ്ട് പിന്നെ അങ്ങനെ സ്നാനപ്പെട്ടവർ, അങ്ങനെ ആരാണ് സ്നാനപ്പെട്ടത്? ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സ്നാനം ഉണ്ടെന്നിരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞതുപോലെ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഉണ്ടെങ്കിൽ ആദ്യം ഒരു തൃത്വത്തിൽ സ്നാനപ്പെട്ടിട്ടല്ലേ അവർ യേശുവിന്റെ നാമത്തിലേക്ക് സ്നാനപ്പെടാൻ പോയത്?
പിന്നെ സാർ എന്തിനാണ് യേശുവിന്റെ നാമത്തിൽ പോയൊരു വീണ്ടും തൃത്വത്തിന്റെ നാമത്തിൽ സ്ഥാനപ്പെടണമെന്ന് പറയുന്നത്? അതും സാറിന്റെ ഒരു വിരോധാഭാസമല്ലേ സാറ് കാണിക്കുന്നത്? കാരണം വല്ലവരെയും കിട്ടുമോ എന്നറിയാൻ വേണ്ടി സാറ് ചെയ്ത ഒരു ബിസിനസ് മൈൻഡഡ് അല്ലേ അത്? ആളെ കിട്ടുമോ എന്നുള്ള ഒരു ചെറിയ പരിപാടി സാർ അവിടെ പ്രധാനമായിട്ടും ചെയ്തു നോക്കിയതല്ലേ? കാരണം ഇത് കേൾക്കുന്ന ആളുകൾ പെട്ടെന്ന് വിശ്വസിക്കും അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് ആളുകൾ ചിന്തിക്കുമെന്ന് വിചാരിച്ച് സാർ ഒരു ചെറിയൊരു പൊടിയിട്ട് കൊടുത്തതല്ലേ സാറേ? അത് സാറങ്ങ് പിൻവലിക്കണം എന്ന് ഞാൻ പറയത്തില്ല. സാർ അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പറയുമ്പോൾ പല കാര്യങ്ങളും ആർക്ക് വേണ്ടിയാണ് ആർക്കെതിരെയാണ് സാർ പറഞ്ഞെന്നുള്ള കാര്യം വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. കാരണം ജനിക്കുന്നവരെല്ലാം തൃത്വത്തിൽ തന്നെയാണ് എല്ലാവരും സ്നാനപ്പെടുന്നത് അല്ലേ? പെന്തിക്കോസുകാർ ചിലപ്പോൾ കുളത്തിലായിരിക്കും സ്നാനപ്പെട്ടത്. അതുപോലെ തന്നെ ഓർത്തഡോക്സ് ആണെങ്കിലും യാക്കോബായാണെങ്കിലും കത്തോലിക്കരാണെന്ന് പറഞ്ഞാൽ അവർ മാമോദിസയാണ് മുങ്ങിയത് അല്ലേ? അവരും വെള്ളത്തിലാണ് മുങ്ങിയത്, പക്ഷെ മാമോദിസ തൊട്ടിയിലായിരുന്നു. കാരണം ശിശുസ്നാനമായിരുന്നു എന്നുള്ള കാര്യം. അവരും തൃത്വത്തിലാണ് സ്നാനപ്പെടുന്നത്. അപ്പൊ പിന്നെ സാറിന്റെ ടൈറ്റിലുകൾക്ക് യാതൊരു അർത്ഥവും ഇല്ല എന്ന് ഈ തരുണത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ബുക്ക് ഓഫ് ലോർഡ് ഇന്ന് വിട പറയുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.